I kidnapped him. ലൊക്കേഷനിൽ കയറി ഉടനെ എനിക്ക് മുന്തിരിത്തോപ്പാണ്. ലാസ്റ്റ് വായിച്ചത് ഡോക്യുമെന്ററി എപ്സ്റ്റീൻ ഫയൽ. ദൃശ്യം ഇറങ്ങിയപ്പോഴും ഞാനത് പറയുന്നുണ്ടായിരുന്നു, ഇറ്റ്സ് നോട്ട് എ ത്രില്ലർ. സാറിന്റെ അടുത്ത് തന്നെയാണ് നമ്മൾ ചെന്നിട്ടത്. സാർ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്. ബാലൻസ് വിർമ്മിച്ചേട്ടന് മേക്കപ്പിന്റെ ആവശ്യമൊന്നുമില്ല, അത്രയൊക്കെ മതി. പിന്നീട് ഭാവിയിൽ സീരീസ് ചെയ്തിട്ടുണ്ട്. ചേട്ടാ നമ്മുടെ ഏജിൽ നമുക്ക് റൊമാൻറ്റിക് ഹീറോ ആയി കൂടെ. എൻഡിങ്ങിൽ ക്ലിഫ് ഹാങ്ങർ ക്ലാഷ് ആണ്. റൊമാൻറ്റിക് ഫിലിംസിൽ ഇവന് വേറെ ടേസ്റ്റ്, എനിക്ക് വേറെ ടേസ്റ്റ്, പാട്ടുകളുടെ കാര്യത്തിൽ വേറെ ടേസ്റ്റ്. Because മീനു ചേച്ചി I think 25 yearsന് ശേഷം നമ്മുടെ അല്ല അതൊക്കെ അവരുടെ സ്ക്രിപ്റ്റിലുണ്ടായിരുന്നു. So ഇപ്പം ഈ മിസ്റ്ററി ഡ്രാമ സ്ലോ ബേണിംഗ് പഴയ മലയാള മനോരമ മംഗളം ഒക്കെ നോവൽ വായിക്കുമ്പോൾ കൊണ്ടേ ഒരു എൻഡിങ് ഇല്ലേ? Hello everyone, welcome back to RH Talkies. RH Talkies എന്ന് പറഞ്ഞത് ഞാനിപ്പം പതുക്കെ ഈ മൂവി പ്രൊമോഷൻസിലേക്ക് കടക്കാമെന്ന് വിചാരിച്ച് തുടങ്ങിയൊരു സംഭവമാണ്. അപ്പം പീപ്പിൾ ലൈക്ഡ് ഇറ്റ്, സോ ഐ വാസ് ലൈക്ക് എന്നാൽ നമുക്കത് കണ്ടിന്യൂ ചെയ്യാം. ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ദിവസമാണ്, ബിക്കോസ് എൻ്റെ വളരെ അടുത്ത ഒരു സുഹൃത്ത്, പക്ഷേ സുഹൃത്തിനെക്കാട്ടും കൂടുതൽ നമ്മൾ മലയാളികൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ആക്ടർ, ഡാൻസർ ആൻഡ് എ സ്പെക്ടാക്കുലർ ഹ്യൂമൻ ബീയിങ് ഈസ് ഹിയർ right now. He's done movies for more than 4 decades, been dancing since he was a little boy, and കഴിഞ്ഞ കുറച്ച് നാളുകളായി ഏറ്റവും വലിയ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിലൊക്കെ ഈ നടനുണ്ട്. Do you know who I'm talking about? ഞാൻ വെറുതെ പറഞ്ഞ സമയം കളയണ്ടല്ലോ. He's right here. I kidnapped him. പക്ഷേ മിറർ കണ്ടപ്പോൾ നേരെ മിററിന്റെ മുമ്പിൽ പോയിരുന്നു എന്റെ വിനീതേട്ടാ. വിനീതേട്ടൻ, I'm so happy to see you. ഞങ്ങൾക്ക് കുറെ കഥകളുണ്ട് പറയാൻ, പക്ഷെ ഈ കഥ ആ കഥയല്ല. അല്ല, എന്താണ് നേരെ മേക്കപ്പ് ഇന്ന്? I'm coming for what? Correct. RH Talkies. RH Talkies ന് So മാത്രമല്ല. the Eunice was helping me and a little bit of touch up because I have to balance with Ranjini Hari. എന്റെ പൊന്നു ചേട്ടാ, this is നമ്മളുടെ all time romantic hero of the 80s and 90s telling me ചേട്ടൻ has to balance with me. ചേട്ടന് മേക്കപ്പിന്റെ ആവശ്യമൊന്നുമില്ല, അത്രയൊക്കെ മതി. You come with me. Come. Thank you, Eunice. Thanks. Thank you. Basically എന്റെ റൂം ഞങ്ങള് ഗ്രീൻ റൂം ആക്കി മാറ്റി നമുക്ക് വേണ്ടി. എന്തൊരു aesthetic ആയാണ് ചെയ്തിരിക്കുന്നത്. That's because Ranjini. It's really ഒരു Greek signature and beautiful. ചേട്ടന്റെ എസ്തെറ്റിക്സ് എന്താ പറയാ? Lovely. താങ്ക് യു ചേട്ടാ. I love the colors and ഇതിപ്പോ the green and പതുക്കെ സ്റ്റുഡിയോ ആക്കി മാറ്റി നമ്മള്. Let's stand here. superb. ചേട്ടാ, ഇന്ന് ചേട്ടൻ എൻ്റെ കൂടെ ഇവിടെ നിൽക്കാൻ കാരണം ടുഡേ യു ആർ ഔട്ട് ദെയർ പ്രൊമോട്ടിംഗ് സംതിങ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ആദ്യമായിട്ട് ചേട്ടൻ ചെയ്യുന്ന ഒരു കാര്യമാണ്, അല്ലെ, ഒരു വെബ് സീരീസിലെ ഒരു മെയിൻ ക്യാരക്ടറായി എത്തുകയാണ്. വിനീതേട്ടനെ വീവ് സീൻ യു ആസ് എ ഡാൻസർ ഇൻ യുവർ കരിയർ ഫ്രം എ വെരി യങ് ഏജ്. ആദ്യമായിട്ട് യു സ്റ്റെപ്ഡ് ഓൺ ടു ദ സ്റ്റേജ് വെൻ? വാട്ട് ഏജ്? Very young. ചെറുപ്പം അല്ലേ? 6. സിനിമ ചെയ്തത് 15 വയസ്സിൽ. ഇപ്പൊ ആദ്യമായിട്ട് വെബ് സീരീസ് ചെയ്യുമ്പോൾ ഒരു ഫുൾ ബ്ലോൺ അഡൾട്ട് ആയിട്ടാണ്. ഒരു പുതുമയാർന്ന എക്സ്പീരിയൻസ് ആണ്. പക്ഷെ കൺഗ്രാറ്റുലേഷൻസ് നമ്മൾ ആദ്യം പറയണം, ബിക്കോസ് ഇക്കോ Thank you. സർവമായ ഐ എം സോ ഹാപ്പി ടു സീ യു ബാക്ക്. Thank you. എന്താ ഇത്ര ഒരു ബ്രേക്ക് ഒക്കെ എടുത്ത? അങ്ങനെ തോന്നി ഞങ്ങൾക്ക്. ബ്രേക്ക് ഇല്ല, അപ്പൊ നല്ല പടങ്ങൾ വരിക, നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാം. So that's it. And again, ഈ വെബ് സീരീസ് see acting is universal. So only the medium changes. Web series, feature film, or serials. So especially the drama, the experience of working as an actor and collaborating with technicians, all that is the same. So it was a delight, actually, absolute delight to be a part of this project. Okay, I definitely want to know about Rosalind's secret stories. പേര് തന്നെ ഒരു സ്ത്രീയുടെ പേരാണ്, ഒരു പെൺകുട്ടിയുടെ പേരാണ്. ആൻഡ് ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ജോണറിലുള്ള സിനിമയാണ്. എങ്ങനെയാണ് വിനീതേട്ടൻ ഈ സിനിമയിലേക്ക് വന്നത് എന്നൊക്കെ നമുക്ക് ചോദിക്കാനുണ്ട്. ബട്ട് ലെറ്റ്സ് സിറ്റ് ഡൗൺ ബിഫോർ വി ഡു ദാറ്റ്. വിനീതേട്ടാ, നമ്മളിപ്പം റോസ്ലിൻ സീക്രട്ട് സ്റ്റോറീസ് എന്ന് പറഞ്ഞ ഈ ഒരു വെബ് സീരീസ് ആണല്ലോ ജിയോ ഹോട്ട്സ്റ്റാറിൽ കാണാൻ പോകുന്നത് ഫ്രം ദ 27th of February, കറക്റ്റ്? അപ്പോൾ വാട്ട് എക്സൈറ്റ്സ് യു മോസ്റ്റ്? ഈ ഇങ്ങനത്തെ ഒരു വെബ് സീരീസിൽ ആദ്യമായിട്ട് ചേട്ടൻ വരാൻ പോവാണ്. എന്താണ് ഏറ്റവും എക്സൈറ്റിംഗ് അബൌട്ട് ദിസ് ഒരു പുതിയ ഒരു ഓപ്പർച്യൂണിറ്റി? എന്നെ ഏറ്റവും അധികം എക്സൈറ്റ് ചെയ്തത് ദ നെയിം ജീത്തു ജോസഫ്. ബിക്കോസ് അദ്ദേഹത്തിൻ്റെ he's a brilliant craftsman, director, and നമ്മൾ ആക്ടേഴ്സിന് ഇറ്റ് ഈസ് എ ലേണിംഗ് എക്സ്പീരിയൻസ് ഇത്തരം മാസ്റ്റേഴ്സിനൂടെ വർക്ക് ചെയ്യുക എന്നുള്ളത്. സോ ഡെഫിനറ്റ്ലി അദ്ദേഹത്തിൻ്റെ ഒരു പ്രോജക്റ്റിലേക്ക് ദേ ഹവ് കൺസിഡേർഡ് മീ എന്നുള്ളത് വാസ് ഡെഫിനറ്റ്ലി ഐ വാസ് വെരി ഹാപ്പി. ആൻഡ്
excitement because you know as an actor ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുണ്ടാവും. അതെ. ആൻഡ് അദ്ദേഹം ഷോ റണ്ണറായിട്ട് ചെയ്യുന്ന ആ പ്രോജക്റ്റിൽ വി ഹാവ് വെരി ടാലന്റഡ് യു നോ ഹിസ് അസിസ്റ്റന്റ് ഡയറക്ടർ സുമേഷ് നന്ദകുമാർ സുമേഷാണ് ഇത് ഡയറക്ട് ഡയറക്ട് ചെയ്യുന്നത്. ചെയ്യുന്നത്. അതെ. ആൻഡ് വിനായക് For the first time വിനായക് ഒരു സ്ക്രിപ്റ്റ് എഴുതി എന്ന് പറയുമ്പോൾ പാട്ടുകളുടെ വരികളിലൂടെ വിനായകിന്റെ എക്സാംപ്ലറി സ്കിൽസ് ഫാന്റാസ്റ്റിക്. പക്ഷെ നൗ കംസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ഒരു സിനിമയുടെ ഒരു ജോണർ അല്ലേ വളരെ ഡിഫറെന്റ് ആയ എന്ന് നമുക്ക് എന്ത് പേരും കൊടുക്കാം. വി കൻ സേ സോ മെനി തിങ്സ്. വാട്ട് ഇസ് ഇറ്റ്? ഇറ്റ് ഇസ് എ മിസ്റ്ററി ഡ്രാമ ആക്ച്വലി. ഇറ്റ്സ് എ വെരി സ്ലോ സ്വീറ്റ്, ഒരു പോയട്രി പോലെ ഇങ്ങനെ ഒരു അച്ഛനും അമ്മയും ഒരു യുനോ ഒരു കുറച്ചൊരു മെന്റലി ട്രബിൾഡ് ആയ ഒരു മോള്, യങ് ടീനേജ് ഗേൾ ഹൂസ് യുനോ ഷീ ഗെറ്റ്സ് ഡിസ്റ്റർബ് ബൈ നൈറ്റ്മെയർസ്. ഓക്കെ. ദുസ്വപ്നങ്ങൾ കണ്ടിട്ട് അവൾ ആകപ്പാടെ ഷീ ഗെറ്റ്സ് കൺഫ്യൂസ്. ആൻഡ് ഈ പേരൻസ് എങ്ങനെ ഇവളെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത് അതാണ് എന്റെ മീനാസ് ആക്ടഡ് ആസ് എ മദർ ആൻഡ് ഞാൻ which is exciting again because Meena ചേച്ചി I think 25 yearsന് ശേഷമാണോ you are doing something. I mean ഏതായിരുന്നു ആ സിനിമ? ഞാൻ 3 പടങ്ങൾ ചെയ്തിട്ടുണ്ട്. മീന മൈ ഫസ്റ്റ് ഫിലിം വാസ് അമ്മായി കോസം which is a big hit and that's Tamil. it's a Telugu film. Telugu. Yeah. And then മാ എന്നയ്യ എന്ന് പറഞ്ഞിട്ട് വാനത്തെ പോലെയുടെ റീമേക്ക്. ഇതിലെല്ലാം മെയിൻ ഹീറോയിൻ മീനയാണ്. And Meena ചേച്ചി actually is a superstar. എല്ലാം ഹെഡ്ലൈനേഴ്സിന്റെ കൂടെ എത്ര സിനിമകൾ. She's worked with the topmost stars and actually it was ഭയങ്കര ഒരു ഇൻക്രെഡിബിളി ഡിസിപ്ലിൻഡ് ആൻഡ് പ്രൊഫഷണൽ ആക്ട്രസ് ആണ്. ഞാൻ അവരുടെ ഒരു കമ്മിറ്റ്മെന്റ് കണ്ടിട്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട് ആ കാലത്ത്. ബിക്കോസ് when I was doing that film with her, she was working with Chiranjeevi sir, Nagarjuna sir, Venkatesh sir, Kamal sir, Rajini sir, ഇവിടെ സൗത്തിൽ ലാലേട്ടൻ. സോ അങ്ങനെ ഒരു യുനോ ഒരു ടോപ്പ് നോച്ച് ഹീറോയിൻ ആൻഡ് അവരുടെ ഒരു ഡിസിപ്ലിൻ ആൻഡ് കമ്മിറ്റ്മെന്റ് എക്സ്പീരിയൻസ് അന്നും ഓൾസോ. I was also a newcomer in Telugu. അപ്പം പിന്നെ വെരി എസ്റ്റാബ്ലിഷ്ഡ് ബിഗ് സ്റ്റാർ ആൻഡ് ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ സബ്ജക്ട്. അതിൽ രവി തേജ ഞങ്ങൾ രണ്ടുപേരാണ് മെയിൽ ഇത്. ആൻഡ് ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ എ ഹീറോയിൻ ഹൗ ഷീ ഇൻസ്പയർസ് 4 youngsters to become achievers in life. It's a beautiful story with അസാധ്യം പാട്ടുകളായിരുന്നു അതിൽ. വന്ദേ മാതരം ശ്രീനിവാസൻ, വേറെ സിംഗർ ഹരിഹരൻ സർ, ഉദിത് നാരായണൻ, സ്വർണലത. ആക്ച്വലി നിങ്ങൾ യൂട്യൂബിൽ ഗൂഗിൾ ചെയ്താൽ യു ക്യാൻ വാച്ച് ദി സോങ്സ് ഓഫ് അമ്മായി കോസം. വെരി ഇൻട്രസ്റ്റിംഗ്. We have to check it out guys. You have to check it out. that was my privilege. മീനനെ പോലത്തെ ഒരു ആർട്ടിസ്റ്റിനോട് അന്ന്. And after that 25 years is it different? I want to know. 25 വർഷം കഴിയുമ്പോൾ മീന ചേച്ചിയുടെ കൂടെ വരുമ്പോൾ വ്യത്യാസം എന്താണ്? I mean she's the same wonderful person, very down to earth and see അവരുടെ ഒക്കെ greatness അതാണ്. അവരുടെ commitment to their profession, their work. And she's been a very good friend, so I've always respected her for that. So that is another very interesting part of the story where an actress of മീനയുടെ കാലിബർ ഉള്ള ഒരു ആർട്ടിസ്റ്റാണ് ആ റോള് ചെയ്യുന്നത്. Then of course Sanjana, central character and Hakeem Shah. Then we have Ranji Panikar ചേട്ടൻ, TG Ravi sir, ശങ്കർ രാമകൃഷ്ണൻ, അങ്ങനെ കുറച്ച് വേറെ ആക്ടേഴ്സ് ഉണ്ട്. So it's a nice it's actually like a ഒരു വളരെ ഒരു സ്വീറ്റ് ഒരു കവിത പോലെ ഇങ്ങനെ പോവാ പടം. ആൻഡ് അതിലെങ്ങനെ ഈ മിസ്റ്ററി ഇങ്ങനെ സോൾവ് ചെയ്ത് വരുന്നു എന്നുള്ളതാണ്. സോ അതൊരു ഭയങ്കര ഒരു ഫീൽ ഗുഡ് അനുഭവമായിരിക്കും ഈവൻ ഫോർ ദ ഓഡിയൻസ്. I can see that വിനീതേട്ടൻ സംസാരിച്ചപ്പോൾ വിനീതേട്ടൻ saying ഞാൻ വെബ് സീരീസ് ചെയ്യുമ്പോൾ I am so happy it's a good one. Absolutely. അല്ലേ? And of course ഒരു സിഗ്നേച്ചർ ഓഫ് ജീതു ജോസഫ് എന്ന് പറയുമ്പം പീപ്പിൾ കൻ എക്സ്പെക്ട് ദാറ്റ് ഹൗ ദാറ്റ് മിസ്റ്ററി വിൽ അൺഫോൾഡ്. ആൻഡ് പിന്നെ അദ്ദേഹത്തിന്റെ ടീം ആയതുകൊണ്ട് ആ ക്രാഫ്റ്റിന്റെ ഒരു ബ്രില്യൻസ് ആൻഡ് I thoroughly enjoyed. എവിടെയായിരുന്നു ഷൂട്ടൊക്കെ വിനീതേട്ടാ? വണ്ടിപ്പെരിയാറായിരുന്നു. എത്ര ദിവസം? ഓൾമോസ്റ്റ് 60 days ആയിരുന്നു ഷെഡ്യൂൾ. I worked for almost ഒരു 45-50 days. Continuous ആയിട്ട് they had to shoot everything. അപ്പൊ ഇനി will you go do other web series after your experience now? Of course. It's I told you medium മാത്രമാണ് വ്യത്യാസം, but the process of acting, everything is the same. But web series, the advantage is at one go you sit and watch like 10 episodes or 8 episodes. അത് പറയുമ്പോൾ tell me some of your favorite shows that you've watched. Crown. Yes, good one. I watched the whole series. Okay. പിന്നെ ഒരുപാട് ഇന്റർനാഷണൽ സീരീസ്, ഇന്ത്യൻ ക്രൈം സീരീസ് വാച്ച് ചെയ്തു. നമ്മുടെ ക്രൈം ഫൈൽസ്, very good. ബാഹുൽ രമേഷിന്റെ Is that the crime files or Kerala crime Kerala crime files? അങ്ങനെ ഒരുപാടുണ്ട്. You like all that?
And what about movies? What sort of movies does the നമ്മുടെ dancer actor Vineet like to watch? Movies, any substantial and meaningful films. You'll watch അല്ലേ? Which is inspiring. ഇപ്പൊ റീസെന്റ് കണ്ടതില് അപ്പാർട്ട് ഫ്രം ചേട്ടന്റെ സിനിമ വിച്ച് were both hits ഏതാണ് ഔട്ട്സൈഡ് സിനിമ that you enjoyed a lot? So many films. Iപ്പം recently ജീത്തു ജോസഫിന്റെ തന്നെ വലതുവശത്തെ കള്ളൻ I thoroughly enjoyed. അതിലെ ഇൻക്രെഡിബിൾ പെർഫോമൻസ് ജോജു ബിജുമേനൻ ഗോകുൽ ഇവരുടെയൊക്കെ ആക്ടിങ് പിന്നെ അദ്ദേഹത്തിന്റെ ക്രാഫ്റ്റിന്റെ ഒരു ബ്രില്യൻസ് അതെ അതെ റീസെന്റ് അങ്ങനെ കുറെ പടങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ സീനു ചേട്ടാ, we have somebody else who's going to join us. അതിന് മുമ്പ് I want to do a quick rapid fire. Okay, 1 minute, answer as many as you can. Oh, God. Okay, it's as simple as that. All right, Ini, it's time for us to do the rapid fire with Vineet Etta. 60 seconds. Your time starts now. Ready? Are you ready? At what time did you wake up today, Jetta? 5:30. Ooh, the most expensive thing you have ever bought. Splurge ചെയ്തൊരു സാധനം. Jewelry gift. Okay. Splurging കുറവാണ് വെരി കാൽക്കുലേറ്റഡ്. ഇനി വർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടോ? ജീത്തു ജോസഫ് ആസ് എ ഡയറക്ടർ. Good call, good call. One thing people misunderstand about male dancers. Yeah, male classical Classical dancers. Classical dancers, misconception is അവർ effeminate ആയി പോകുന്നുള്ളൂ. It is not true. Not true. അതെ. Comfort food, rapid fire. Comfort food. Traditional Kerala food. Bad habit you want to change? ഭയങ്കരമായിട്ട് ട്രസ്റ്റ് ചെയ്യും ആൾക്കാരെ. Oh no. If you wish to be invisible for a day, who would you stalk? That's not part of my life at all. You would never do Stalking something anybody. like that. Okay, we're talking about secret stories. Is there some secrets of yours that you tell us? One Secrets of mine. My little crushes when I was in school and college. ഒരു പേര് പറഞ്ഞു. പേരൊന്നും പറയാം. I've had little, very, very strong ക്യൂട്ടിൽ ഞങ്ങൾ കട്ട് ചെയ്തിട്ട് പേര് പറയും. താങ്ക് യു വിനീത് ഏട്ടാ. ഇക്കോ കഴിഞ്ഞു, സർവമായ കഴിഞ്ഞു, റോസ്ലിൻ വരുന്നു. ഇനി ഐ എം ഷുവർ യു like super active No, no, again. it How do you is- balance it all? No, it is a question of time management and how you have to focus and give your full into that. You can. Where does it come from, Cheta? It just comes from the passion. The passion inside you just works everything. Keeps you going. Yeah, അല്ലേ? keeps you going. Mathala. It kind of sorts out things for you. Because see, my school, adinte syllabus, what I've learned from my guru, Dr. Padma Subramaniam. So, അതേ pedagogy, systematic ആയിട്ട് പഠിപ്പിക്കാൻ എല്ലാം ചിട്ട് I have two very brilliant teachers and junior teachers ഉണ്ട്. So, And when maybe I'm that- not there, they will take care. പക്ഷേ the system of teaching is very scientific. Very scientific. And that's what I think we need. With, And the children that come also, ഇപ്പോഴത്തെ കുട്ടികളൊക്കെ very sharp, bright, very focused. I'm talking about ചെറിയ മക്കള്. So I'm so happy to see that because the next generation is going to take up that. അവർക്ക് നമ്മുടെ value of our culture, values in life, അതുപോലെ ഒരു discipline in അവരുടെ routine. It's a lifelong routine coming to a dance class and going how to respect your elders. ഈ കാര്യങ്ങളൊക്കെ അതിന്റെ കൂടെ അവർ പഠിക്കും. അതെ. So that's So, from all of this, from all the emotions of a dancer and the discipline of a dancer, evolving to a romantic hero first, and then a lot of youth characters kuറെ ചെയ്തിട്ടുണ്ട്. One of my favorites, of course, is Kadal Desam. We can never go beyond Kadal Desam somehow because അതൊരു ആ സമയത്ത് ഒരു cult സിനിമയായിരുന്നു. ഇന്നും അപ്പം അത് കഴിഞ്ഞിട്ട് now it's transformed into വേറൊരു style of like the characters that you're doing. അല്ലേ? അതെ. അതിന്റെ ഒരു ട്രാൻസ്ഫർമേഷനിൽ how Yeah, that's with age, there's so much of ചേട്ടാ നമ്മുടെ ഏജിൽ നമുക്ക് റൊമാൻറ്റിക് ഹീറോ ആയി കൂടെ? അല്ല റൊമാൻറ്റിക്കിന്റെ ഏജ് വേറെ ഐ മീൻ പ്യോർ innocent romance, അതൊക്കെ പോയി. ഏജ് കഴിഞ്ഞു. അല്ല ഇപ്പൊ ഞാൻ പറഞ്ഞതല്ല ആസ് എൻ ആക്ടർ എക്സ്പ്ലോർ ചെയ്യാൻ സോ മെനി ഓപ്പർച്യൂണിറ്റീസ്. And is that opening up different avenues within you? Definitely, but it depends on how you select it. Because പലതും വരും അതിൽ നല്ലതും സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ളതും the team has to be good. And I think you've been this couple of years have been working out very well for you. Beautiful ആയിട്ടുള്ള കുറെ selection. Absolutely. Now we'll come to the main factor. Roslyn Secret Stories എന്ന് പറയുന്നത് ഈ ഒരു വെബ് സീരീസ് അത് വിനീത് ഏട്ടൻ്റെ ഒരു ഫസ്റ്റ് ടൈം ആണെന്ന് മാത്രമല്ല ഈ ഒരു കോൺസെപ്റ്റ് ചേട്ടൻ എടുക്കാൻ കാരണം എന്ന് പറഞ്ഞത് is that one brand, Name, yes. one name, the showrunner. Absolutely. Okay, and I think it's time for us To welcome. because he's on his way. We're very excited because Jeetu sir is coming here, and like we said, Jeetu sir in the first showrunner honor for Hotstar, which is Roslyn Secret Stories. Let's welcome him. Hello, welcome home. Good morning. Welcome, sir.
തിരക്കിലായിരുന്നോ? എന്ത് തിരക്കുന്നേ? ഞാൻ കുറച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയ കുറച്ച് ബെല്ലടിച്ചോ? അയ്യോ സോറി സർ, ഞങ്ങൾ ഇങ്ങനെ ഒരു സംവാദത്തിലായിരുന്നു വിനീതേട്ടന്റെ കൂടെ. ജിത്തു സർ, ഐ ഹാവ് ടു സേ ഞങ്ങളൊക്കെ ഇൻക്ലൂഡിംഗ് യുവർ ആക്ടേഴ്സ് ആർ സോ എക്സൈറ്റഡ് അബൌട്ട് ദിസ് ന്യൂ, എന്താ പറയാ, തുടക്കം, അങ്ങനെയാണ് പറയാമോ, ന്യൂ തുടക്കം? ബിക്കോസ് ജിത്തു സാർ എന്ന് പറയുന്നത് യു ആർ സംബഡി ഹൂ ഹാസ് ചേഞ്ച് ദ ഫേസ് ഓഫ് മലയാളം അങ്ങനെയൊന്നും പറയാം. ത്രില്ലർ മൂവീസ് ആർ കൺസേൺഡ്. അതിനൊരു ബെഞ്ച് മാർക്ക് ആയി കിടക്കുന്ന ഒരു സിനിമ. പിന്നെ കേട്ടോ, ദൃശ്യം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് മുമ്പും പിമ്പും ആയി പോയി. അത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ദാറ്റ്സ് ദ റിയാലിറ്റി. അതിന്റെ ഇപ്പൊ ഞാൻ അനുഭവിച്ചോണ്ടിരിക്കുന്നത്. People are connecting with all my films with memories or the. ഞാൻ കണ്ടു, വലതുവശത്തേക്കാളെ ഞാൻ കണ്ടു. അപ്പൊ ഫുൾ ഇപ്പം കമ്പാരിസൺ ആണല്ലേ? ഞാനത് എന്റെ ഈ പ്രൊമോഷന് കയറിയിരുന്ന ക്രൈം ഡ്രാമ എന്നൊക്കെ പറഞ്ഞെങ്കിലും പക്ഷെ ചിലർക്ക് കിട്ടി, ചിലർക്ക് ഭയങ്കരമായിട്ട് മനസ്സിലായി. പിന്നെ സെക്കൻഡ് ഹാഫ് കുറച്ച് ഫാസ്റ്റ് പേസിൽ പറഞ്ഞു. ഞാൻ ശരിക്കും അതിനകത്ത് ആ ബിജുവനന്റെ കെയോ സിറ്റുവേഷൻ ഓഡിയൻസിൽ ഫീൽ ചെയ്യാൻ വേണ്ടി ഭയങ്കര സ്പീഡിലൊക്കെ പറഞ്ഞപ്പോൾ അത് കുറച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പ്രോബ്ലം ഒക്കെ ഉണ്ടായി. ബട്ട് അത് ഇഷ്ടപ്പെട്ട ഒത്തിരി ആൾക്കാർ അവർക്കൊക്കെ നല്ല പെർഫോമർ ആണ്. വെരി ഗുഡ് ആക്ടർ. So what brings a celebrated director, ഇപ്പൊ അടുത്ത ദൃശ്യം 3 വരാൻ പോകുന്നു, ഇങ്ങനെ ബിസി ആയിട്ട് ഒരു സൈഡ് ഇരിക്കുകയാണ് ജിത്തു സർ. What brings you to OTT and as a showrunner for Roslyn? ആക്ച്വലി ഷോറണ്ണർ കോൺസെപ്റ്റ് ആക്ച്വലി ഇതിനു മുമ്പും എന്നോട് 1-2 ഹിന്ദി ഫിലിംസിനൊക്കെ അല്ല ഹിന്ദി സീരീസിനൊക്കെ എന്നോട് ചോദിച്ചിരുന്നു നോർത്ത് ചെയ്യുന്ന. ബട്ട് എനിക്ക് ഷോറണ്ണർ എന്ന് പറഞ്ഞാൽ കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. യു ഹാവ് ടു റീഡ് ദ സ്ക്രിപ്റ്റ്. അത് എപ്പിസോഡ് വൈസ് വായിക്കണം. പിന്നെ ഇടയ്ക്കൊക്കെ ലൊക്കേഷനിൽ പോകണം. പിന്നെ നമ്മൾ അതിന്റെ എഡിറ്റ് കഴിയുമ്പോൾ നമ്മൾ ചെയ്യണം, മ്യൂസിക് കഴിയുമ്പോൾ നമ്മൾ കേൾക്കണം. സോ ഓവറോൾ സൂപ്പർവിഷൻ പോലെ. അപ്പൊ ഈ ബോംബെ പോയി അതും ചെയ്തപ്പോൾ പ്രാക്ടിക്കലി അതിന്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ ആക്ച്വലി നെറ്റ്ഫ്ലിക്സിന്റെ ഇന്ത്യക്ക് എനിക്ക് ഇത് വന്നാൽ ഞാൻ നോ പറഞ്ഞു. പിന്നെ ചില വെബ് സീരീസ് എന്നോട് ചെയ്യാനും പറഞ്ഞു വന്നു. ആക്ച്വലി ചെയ്യാൻ വന്ന് പറഞ്ഞതാണ്. പിന്നീട് എന്നോട് പറഞ്ഞു ഓക്കെ യു അപ്പോയിന്റ് ഡയറക്ടർ ആൻഡ് യു ബിക്കം എ ഷോ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് മറ്റേ സുമേഷ് എന്റെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തത്. അപ്പൊ സുമേഷ് ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ജിയോ ഹോട്ട്സ്റ്റാറിൽ ഇങ്ങനെ എടുത്ത് ഞാൻ പിച്ച് ചെയ്യാം. ഞാൻ നല്ല കാര്യം പിച്ച് ചെയ്തു അങ്ങനെയാണ്. അപ്പൊ എന്നോട് ഇങ്ങനെ ചോദിച്ചു സാറിന്റെ പേരൂടെ ഒന്ന് പറഞ്ഞോട്ടെ എന്ന് ചോദിച്ചാൽ ആയിക്കോട്ടെ കുഴപ്പമില്ലാന്ന്. അങ്ങനെയാണ് അവിടെ നിന്ന്. പിന്നെ അവിടെ നിന്ന് ജിയോ ഹോട്ട്സ്റ്റാറിൽ നിന്ന് എന്നെ വിളിച്ചു. പിന്നെ ഇതിന്റെ ഒരു പ്രോസസ്സിൽ ഞാൻ ഇടയ്ക്കൊക്കെ ലൊക്കേഷനിൽ പോകുമായിരുന്നു. അപ്പൊ സർ ഇതില് ഇൻട്രസ്റ്റിംഗ് ആയ സംഭവം എന്ന് പറഞ്ഞാൽ കുറെ ഫസ്റ്റ് ടൈമേഴ്സിനെ, ഓൾദോ ലെജൻസ് ആണെങ്കിലും ഫസ്റ്റ് ടൈമേഴ്സിനെ കുറെ പേരെ ഒപ്പിച്ചിട്ടുണ്ട്. ഇപ്പം വിനായക് ഇസ് വൺ ഹു റോട്ട് ദി സ്ക്രിപ്റ്റ് അല്ലേ? അതും എനിക്കൊരു ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. അവൻ സ്ക്രിപ്റ്റ് എഴുതി. ഞാനോർത്ത് സുമേഷ് എഴുതിയത്. അത് അപ്പോഴാണ് സുമേഷ് പറയുന്നത് ഇല്ല വിനായക് എഴുതി. പക്ഷേ അവനിങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടോന്ന്. കാരണം എന്നിട്ട് അവനിങ്ങനെ ഇതൊക്കെ വന്ന് വായിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എടാ വളരെ നന്നായിട്ട് അത് ചെയ്തിട്ടുണ്ട് ഇതാന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ എനിക്ക് പിന്നെ ഒരു സ്റ്റേജിൽ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. ഞാൻ വരുന്നത് കാരണം ഇത് ത്രില്ലർ, ആക്ച്വലി ഇറ്റ്സ് നോട്ട് എ ത്രില്ലർ, ആക്ച്വലി ഇറ്റ്സ് എ മിസ്റ്ററി ഡ്രാമ. ഒരു ഫാമിലിക്കകത്ത് ഒരു പെൺകുട്ടിയുടെ സൈക്കോളജിക്കൽ ഇഷ്യൂസോ അല്ല വാട്ട് കോൾ എന്താ പറയാ നൈറ്റ് മെയർസും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്ത് പോകുന്ന മിസ്റ്റീരിയസ് ആയിട്ട് പോകുന്ന സ്ലോ ബേണിംഗ് ആയിട്ടുള്ള ഒരു ഇതാണ്. അപ്പൊ അതിനെ പിന്നെ എല്ലാവരും ഇപ്പൊ ഞാൻ ബേസിക്കലി ഞാനിത് ദൃശ്യം ഇറങ്ങിയപ്പോഴും ഞാനത് പറയുന്നുണ്ടായിരുന്നു ഇറ്റ്സ് നോട്ട് എ ത്രില്ലർ, ഇറ്റ്സ് നോട്ട് എ. അവസാനം അത് ആൾക്കാർ ഫാമിലി ത്രില്ലർ എന്നൊക്കെ. അപ്പം ഞാൻ ശരിക്കും ചെയ്ത ത്രില്ലർ എന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഓഫ് കോഴ്സ് ഇതുണ്ടായിരുന്നു, മെമ്മറീസ് ത്രില്ലറായിരുന്നു. അതിനു മുമ്പ് യു ഡിഡ് ലൈക്ക് മൈ ബോസ് ആൻഡ് ഓൾ നോ ചെയ്തിരുന്നു. പക്ഷെ അതൊക്കെ മറന്നു എന്ന് തോന്നുന്നു ആൾക്കാര്. അങ്ങനെയാണല്ലോ മമ്മി ആൻഡ് മീ, ലൈഫ് ഓഫ് ജോസ്. പക്ഷെ ഇപ്പൊ ഞങ്ങൾക്ക് ഐ ഡോണ്ട് നോ വാട്ട് ഇറ്റ് ഈസ്. ഐ തിങ്ക് അതിന്റെ ഒരു കുറെ സാധനങ്ങൾ ബ്രേക്ക് ചെയ്തല്ലോ ഫസ്റ്റ് 50 crore ഫിലിം. അങ്ങനെയൊക്കെ വരുമ്പം ആ ഒരു ഇമേജ് വിൽ ഗെറ്റ് സ്റ്റക്ക്. അല്ലല്ല, എനിക്കതൊന്നും ഈ ക്രോർസ് ക്ലബ് ഒന്നും എന്റെ ഒരു ഇതിലല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കൊച്ചു സിനിമകൾ ചെയ്യണം എന്നുള്ള എപ്പോഴും ആഗ്രഹം. കാരണം നമുക്ക് കുറെ വലിയ സിനിമകൾ ചിലരുണ്ടല്ലോ, ഈ ഞാനിപ്പോ ചെയ്ത സിനിമേനേക്കാൾ വലിയൊരു സിനിമയായിരിക്കണം അടുത്തത്. എനിക്ക് അങ്ങനെയല്ല. ഞാനൊരു കഥ കേൾക്കുമ്പോൾ കഥ എന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ അത് വലുതോ ചെറുതോ എന്നുള്ളതല്ല, കഥയില്ല. ഞാൻ ഇപ്പൊ വലതുദിവസത്തെ കൊല്ലം ഞാൻ അങ്ങനെ ചെയ്തതാണ്. എനിക്ക് ആ പയ്യൻ വന്നു കഥ പറഞ്ഞപ്പോൾ പിന്നെ അതിനകത്തൊരു നല്ല മെസ്സേജ് ഉണ്ട്, പാരന്റിങ്, ബാഡ് പാരന്റിങ് എന്നൊക്കെ പറയുന്ന. അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ മമ്മി ആൻഡ് മീ കഴിഞ്ഞിട്ട് ഇപ്പൊ ദൃശ്യവും മെമ്മറീസും മാറ്റി എടുത്തു കഴിഞ്ഞാൽ മമ്മി ആൻഡ് മീ കഴിഞ്ഞിട്ട് ഇതുപോലെ മെസ്സേജസ് വന്നൊരു സിനിമയില്ല.
പല ദിവസം ഒത്തിരി ആൾക്കാര് ഒരു ബന്ധമില്ലാത്തവരൊക്കെ സിനിമ Especially when കണ്ടിട്ട് it comes to the relationships of that is something hit me hard also. വേറെ സിനിമ ഇങ്ങനെ ക്യാപ്ചർ ചെയ്തിട്ടുള്ളതെന്ന് എനിക്ക് തോന്നി. അതെ. കമ്മിങ് ടു ഇപ്പം ഈ വെബ് സീരീസ് കോൾഡ് റോസ്ലിൻ ഒരു സെൻട്രൽ ക്യാരക്ടർ ആ കുട്ടിയാണ്. ബട്ട് ഈ ഒരു കാസ്റ്റിനെ എങ്ങനെയാണ് ആരാണ് ഇവരെയൊക്കെ വിചാരിച്ചത് വേണം? അതിനകത്തൊന്നും Did you ഡയറക്ടറും റൈറ്ററും തന്നെ എനിക്ക് വന്ന് ലിസ്റ്റ് തന്നു. ഓക്കെ. അതിനകത്ത് ഈ എന്താ പറയുക കാസ്റ്റിംഗ് ആയിട്ടപ്പോ സത്യത്തിൽ അതൊരു പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത്. Okay. അത് ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നി. കാരണം ഫാദറിന്റെ ക്യാരക്ടർ ഒത്തിരി ലേയേഴ്സ് ഉള്ള ഇതാണ്. മദറിന്റെ ക്യാരക്ടർ ഒരു ചെറിയൊരു പെൺകുട്ടി ഭയങ്കര ഒരു എന്താ പറയാ ഇൻഡിഫറന്റ് ആയിട്ട് ബിഹേവ് ചെയ്യുമ്പോൾ അവർ ഫേസ് ചെയ്യുന്ന ഒരു ഇതുണ്ട്, ട്രോമയുണ്ട് ആക്ച്വലി. കാരണം ചുമ്മാ ഒരു പനിയോ ജലദോഷം പോലെയുള്ള ഇഷ്യൂസ് അല്ല വെൻ ഇറ്റ് കംസ് ടു ദി കൈൻഡ് ഓഫ് സൈക്കോളജിക്കൽ. ഇപ്പോഴും നമുക്ക് അതിനുള്ള ഒരു ഫുൾ എന്താണ് എന്നുള്ള ഒരു എക്സ്പ്ലനേഷൻ പെട്ടെന്ന് കിട്ടുന്ന ഒരു ഏരിയ അല്ല. സോ ഇപ്പം ഈ മിസ്റ്ററി ഡ്രാമ, സ്ലോ ബേണിംഗ്, കവിത പോലെ എന്നൊക്കെ എന്റെ അടുത്ത് It's poetry and then it gets, the mystery sort. ഇപ്പൊ നമ്മളിപ്പം ഹോട്ട്സ്റ്റാറിലാണല്ലോ ഇത് കാണാൻ പോകുന്നത്. അത് 27th ആണ് ഇത് റിലീസ് ചെയ്യുന്നത്. എന്താണ് ഇതിന്റെ പ്രേക്ഷകർ കാണുമ്പം വാട്ട് ഇസ് ദി എക്സ്പീരിയൻസ് ദേ ആർ ഗോയിങ് ടു ഹാവ്? നൗ യു സെഡ് ഓൾ ദീസ് തിങ്സ്. വാട്ട് ഇസ് ഇറ്റ്? ഇപ്പൊ എന്തുകൊണ്ട് വൈ ഷുഡ് ദേ വാച്ച് റോസ്ലിൻ? വാട്ട് ആർ ദേ ഗോയിങ് ടു ടേക്ക് അവേ ഫ്രം ഇറ്റ്? ഡെഫിനറ്റ്ലി ദേ ഗോയിങ് ബി എന്റർടൈൻഡ്. അവരെ എക്സൈറ്റ് ചെയ്യിക്കും. ആൻഡ് അതിൻ്റെ ഒരു ജേർണി അവർ എൻജോയ് ചെയ്യുന്നു തന്നെ എൻ്റെ വിശ്വാസം. അവരുടെ അതായത് ഈ ഫാമിലിയുടെ ഈ പേരൻസിൻ്റെ കൂടെ ഈ കുട്ടിയുടെ കൂടെ ഇവർ ട്രാവൽ ചെയ്യുമ്പോൾ അവരുടെ ഇമോഷൻസിലൂടെ അവരുടെ ഇമോഷൻസ് ഇവരുടെ ഇമോഷൻസ് ആയി മാറും. That's what I feel. That's what you feel. And എത്ര എപ്പിസോഡ്സ് ഉണ്ട് ഇത്? 6 and releases together? Yeah. അതങ്ങനെയാണല്ലോ എപ്പോഴും. ഇപ്പൊ മറ്റവര് കുറച്ച് പിശുക്കുന്നുണ്ട്. ഈ ഇപ്പൊ സ്ട്രേഞ്ചർ തിങ്സ് പകുതി റിലീസ് ചെയ്തു, 5 എപ്പിസോഡ് ഇടും, എന്നിട്ട് ബാക്കി 5 എപ്പിസോഡ് പിന്നെ. അല്ല, അത് അങ്ങനെ ഒരു ലെവലിലേക്ക് ഒരു ആൾക്കാർ ഇങ്ങനെ ഡെസ്പറേറ്റ് ആയിട്ട് വെയിറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഇത് കൂട്ടാൻ വേണ്ടി ചെയ്യും. ഇറ്റ്സ് എ ബിഗിനിങ്. റോസ്ലിൻ ആദ്യമായിട്ട് ചെയ്യുന്നല്ലേ. ഇപ്പൊ നാളെ ഇത് ഭയങ്കരമായ രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്തിട്ട് നാളെ ഇതിന്റെ ഒരു അടുത്ത സീസൺ ചെയ്യും. I think they have time to 6 shows. Half an hour precise around. അങ്ങനെ what is the difference? ഇപ്പൊ സിനിമയിൽ you're doing so much work on one side. OTT-ലേക്ക് വരുമ്പോൾ വല്ല വ്യത്യാസങ്ങൾ? He said as an actor he doesn't feel it. അല്ല, ആക്ടേഴ്സിനല്ല. ഇതിനകത്ത് വെച്ചാൽ ഓരോ എപ്പിസോഡ്സ് എൻഡ് ചെയ്യുമ്പോൾ അതൊരു നമ്മൾ പഴയ മലയാള മനോരമ മംഗളം ഒക്കെ നോവൽ വായിക്കുമ്പോൾ കൊണ്ട് ഒരു എൻഡിങ് ഇല്ലേ, കൊണ്ട് നമ്മളെ അങ്ങനെ ഒരു എൻഡിങ് നിർത്തും. അത് കഴിഞ്ഞിട്ട് അത് ഓപ്പൺ ചെയ്യുമ്പോൾ അതിന് ഒരു ചെറിയൊരു പർട്ടിക്കുലർ ഒരു ഫോർമാറ്റ് ഉണ്ട്. ഒരു സ്നീക്ക് പീക്ക് കൊടുക്കാം. അക്കൂട്ടത്തിൽ തന്നെ ഒരു ചെറിയ ഒരു ഇഷ്യൂ എന്തെങ്കിലും ഒരു ചെറിയൊരു പോർഷൻ കാണിച്ചിട്ട് പിന്നെ ആയിരിക്കും ടൈറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പൊ അതിനനുസരിച്ച് ഡ്യൂറേഷൻ സെറ്റ് ചെയ്ത് കണ്ടിട്ട് അപ്പൊ നമുക്കൊരു സിനിമയാകുമ്പോൾ ഐ ക്യാൻ ഡിസൈഡ്. ഇപ്പോൾ കഥ പറഞ്ഞു പോകുമ്പോൾ 2.5 മണിക്കൂർ എന്ന് പറയാൻ ചെയ്തു, ഓക്കെ വേണ്ട ഒരു 10 മിനിറ്റ് കൂടെ എക്സ്ട്രാ എടുത്ത് ചെയ്യാം എന്ന് പറയുമ്പോൾ അത് എനിക്ക് ആ ഫ്രീഡം ഉണ്ട്. ഇവിടെ ആ ഫ്രീഡം ഇല്ല. പിന്നെ സിനിമ ചെയ്യുമ്പോഴും ഇത് ചെയ്യുമ്പോഴും OTT-ലേക്കൊക്കെ ചെയ്യുമ്പോഴുള്ള വ്യത്യാസം വെച്ചാൽ നമ്മൾ ഈ വൈറ്റ് ഷോട്ട്സ് ഒക്കെ എടുക്കുമ്പോൾ ആലോചിക്കണം. കാരണം ഇത് കാണാൻ പോകുന്ന മജോറിറ്റി ഒരു TV സ്ക്രീനിലാണ്. അപ്പൊ ആ ഫ്രെയിമിങ് നമ്മൾ നോക്കണം. കാരണം ഒരു പരിധിക്കപ്പുറം അതായത് TV-യിൽ ഇതൊന്നും മനസ്സിലാവില്ല. അത് വലിയ സ്ക്രീനിൽ ആ വ്യത്യാസമുണ്ട്. അതും നമ്മൾ ചിന്തിക്കണം. അപ്പൊ അങ്ങനത്തെ കുറച്ച് വ്യത്യാസങ്ങൾ. അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മളൊരു സിനിമ ഡയറക്റ്റ് ചെയ്യുന്ന പോലത്തെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ സൂപ്പർവിഷൻ എന്ന് പറയുന്ന ഒരു ഇത് ചെയ്യണം. അതിപ്പോ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളാകുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ ചെയ്തു. ഇപ്പൊ നാളെ ഇതുപോലെ ചെയ്യുമെന്ന് വെച്ചാൽ ഇറ്റ് ഓൾ ഡിപെൻഡ്സ് ഓൺ ദ ടീം ആൻഡ് ദ സബ്ജക്ട്. How good everything works out together. And what about working process is the same. Tell me how it is working with Jittu sir. ഞങ്ങൾ ഒരു ചെറിയ റാപ്പിഡ് ഫയർ ഒക്കെ ചെയ്തിരുന്നു. അപ്പൊ ഞങ്ങൾ ഒരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ട്, അത് സർ ചെയ്യണം. Who is the next? Who would you like to work with? Co-worker എന്ന് പറയുമ്പോൾ he was like Jittu Joseph is a director. As a director, no, immediately he said. Definitely. Tell me about We had the privilege of having him. Actually, അതിലെ കുറെ സീക്വൻസ് ടൈമിൽ ജിത്തുവിന്റെ പ്രസൻസ് വെരി മോട്ടിവേറ്റിംഗ് ഫോർ us. And എനിക്ക് ഒരുപാട് സമയം കിട്ടി അദ്ദേഹമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ. And what did you about his films അദ്ദേഹം എടുത്ത ക്രാഫ്റ്റ്, how he handles actors. This is my excitement. And of course, Sumesh, our school of filmmaking ആയതുകൊണ്ട് very disciplined and very clear. ഒരു കഥാപാത്രം എങ്ങനെയാണ്, അതിന്റെ ന്യൂവൻസസ് എന്താണ്, അത് ഏത് മീറ്ററിൽ വേണം അഭിനയം എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് ഐ തിങ്ക് ഹീസ് ഗോട്ട് ഇറ്റ് ഫ്രം ഹിം. സോ അങ്ങനെ ഒരു വെരി ഇന്റലിജന്റ് ടീമായിരുന്നു വിനായക്. അവർ ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു. ജിത്തു ജോസഫിന്റെ പ്രസൻസ് ഷൂട്ടിങ്ങിനായാലും ക്ലൈമാക്സ് ടൈമിലും. ആൻഡ് ഓഫ് കോഴ്സ് സൂപ്പർവിഷൻ എന്ന് പറഞ്ഞാൽ വെറുതെ
നോക്കലല്ല. His mind goes into everything. And അത് ഞങ്ങൾക്കും കൺവേ ചെയ്യും as actors. And ഇതിൽ ഈ ക്ലിഫ് ഹാങ്ങർ മൊമെന്റ് ഓരോ അതെ മുൾമുന ഭയങ്കര രസമില്ല. Yeah. എവറി എപ്പിസോഡിൽ എപ്പിസോഡ് അങ്ങനെ വേണം. ദാറ്റ് ഈസ് ഓൾസോ യുവർ നമ്മുടെ അല്ല അതൊക്കെ അവരുടെ സ്ക്രിപ്റ്റിലുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നില്ല. അല്ല അത് ബേസിക്കലി അവർ ആ ഒരു സ്റ്റോറി ഇതിലേക്ക് എന്താ പറയാ ഒരു വെബ് സീരീസ് ആണെന്ന് പറയുമ്പോഴേ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഓരോ എപ്പിസോഡ്സും അങ്ങനെ കൊണ്ട് നിർത്തണം. align ചെയ്ത്. കാരണം എന്നാലല്ലേ അടുത്ത എപ്പിസോഡ് കാണാൻ ആൾക്കാർക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. അതങ്ങനെയാണത്. Yeah, ഈ yeah. കവിത പോലെ ഞാൻ പറഞ്ഞായിരുന്നു അറ്റ്മോസ്ഫിയർ. ഇത് ഭയങ്കര രസം. ഈ ക്യാരക്ടേഴ്സ് ഇവരൊരു കൃഷിക്കാരനാണ് ആക്ച്വലി. Oh. ഒരു പശുത്തൊഴുത്ത് കുറെ ഫാം ഹൗസ് ഉള്ള ഒരു ഫാം. ബ്യൂട്ടിഫുൾ ഹൗസ്. ഞാൻ ആ വീട് ലൊക്കേഷനിൽ കയറി ഉടനെ എനിക്ക് മുന്തിരിത്തോപ്പാണ് അതേ ജോഗ്രഫിയാണ് ആ വീട്. ഇഫ് യു വാച്ച് നമുക്ക് Yeah. സോളമന്റെ ഇപ്പൊ ഞങ്ങൾ ആന്റിക്കുള്ള ആ വീടുണ്ടല്ലോ, that same geography ആണ് ഈ So it വീട്. took you back It took me immediately. back. ഞാൻ ഓരോ സ്ഥലത്ത് ഇരിക്കുമ്പോൾ I could feel the presence of ലാലേട്ടൻ. ഇവരാണല്ലോ ദൂത്. അതെ അതെ അതെ. തിലേട്ടന്റെ വീട് ആ സൈഡില്. ഇവിടെ അതേപോലെ പ്രാവിന്റെ കൂടുകള്, നഴ്സറി, ബാക്കിൽ പശുത്തൊഴുത്ത്, അങ്ങനത്തെ ഒരു ഭയങ്കര രസമുള്ള ഒരു ആംബിയൻസ്. ഈ എന്റെ ജോൺ എന്ന് പറഞ്ഞ ക്യാരക്ടർ John, നടത്തുന്ന is that your character name? and Meena is Shobha John. But tell me about Sanjana. ആക്ച്വലി ഷീസ് വെരി ഗുഡ്. ആക്ച്വലി ആ ക്യാരക്ടറിനെ ഭയങ്കര രസമായിട്ട് പുള്ളിക്കാരത്തി അത് പോർട്രേ ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് ചില സമയങ്ങളിൽ ആ കൊച്ചിനോട് ദേഷ്യം വരുത്തും. Because of the character. Yeah. That's the success of an actor. അതാണ് ചില സമയത്ത് സിമ്പതി തോന്നും, ചില സമയത്ത് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ദേഷ്യമായിട്ട് തോന്നും. അതാണ് ഒരു ആക്ട്രസ് പുള്ളിക്കാരത്തിയുടെ സക്സസ്. That's brilliant. ആക്ച്വലി ഈക്കോ ചെയ്തതിനും ഞാൻ ബാഹുലിനോടും രഞ്ജിത്തോടും പറഞ്ഞു, you just wait and see. പടം ഈ മ്ലാത്തി will be the talk of the And she was. that same thing will happen. ആണോ? She's an outstanding. ഞാൻ റോസു എന്നാണ് വിളിക്കുന്നത്. അതെ ഉള്ളിനകത്ത് മോള് റോസു എന്നാണ്. full name is Rosalind John. റോസ്ലിൻ ആണ്. Okay, Rosu അതിനകത്ത്. But as an actor, her potential, her her way of നമുക്ക് ഈ സെറ്റിൽ തന്നെ we can see how they just engrossed ആ റോളിലേക്ക്. ആ കുട്ടി even at this young age അതൊരു born actor quality. So I've lovely. seen it with a lot of greats. This girl is not. That's wonderful. So we are quite excited about the 27th of February when Rosalind is coming. ഇനി ജിത്തു സാറിന് നമുക്കൊരു quick rapid fire എന്റെ പോലെ സാറേ വളരെ ഈസിയാണ്. ഞാൻ റാപ്പിഡ് ഫയർ ആണ് ചേട്ടന്റെ ഇടയിൽ ഒരു വലിയ മഹാഭാരതം ഒക്കെ പറഞ്ഞു തുടങ്ങി. It's very simple. Okay, are you ready? Okay, so now ജിത്തു സാറിന്റെ കൂടെയുള്ള റാപ്പിഡ് ഫയർ ആണ്. 60 seconds ഉണ്ട്. Your time starts now. Let's go. What is the first thing that you do after you wake up? രാവിലെ. Drink lot of water. I mean 2 glasses of water. Good habit. ഏറ്റവും biggest critic ആരാണ്? Who critiques you the most? My daughters. Yeah. ഇനി വല്ല actors. Sorry, wife and daughters. മറന്നുപോയി പെട്ടെന്ന്. Any actor you'd like to work with next or actors? അങ്ങനെയല്ല, എനിക്ക് anyone who is talented. Based on the requirement. Okay. A superpower you wished you had. ഒരു സൂപ്പർ പവർ ഉണ്ടായിരുന്നെങ്കിൽ എന്തായാലും ജിത്തു സർ? I just want to fly. I would like Superman. Superman. ആ ഒരു ഏരിയൽ വ്യൂ എങ്ങനെയായിരുന്നു? Director's view from up sky. ഒരു ഡയറക്ടർ അല്ലെങ്കിൽ ഒരു ഓൾട്ടർനേറ്റ് കരിയർ ഇനി എന്തായിരിക്കും? Basically, I am coming from an agriculture background. അങ്ങോട്ട് തിരിച്ചു. Favorite holiday destination so far? പോയിട്ടുള്ളത് ന്യൂസിലൻഡ്. And last thing you googled? ചെയ്യാറില്ല. Meaning of some word, I think. Which word? നമ്മൾ പഠിക്കട്ടെ. It's a complicated word. So I don't know right now. I was writing the script. അപ്പോൾ ഒരു വേർഡിനെ കുറിച്ച് പുതിയൊരു സ്ക്രിപ്റ്റ്. അപ്പൊ അങ്ങനെ ഇപ്പം അതിന് ഒരു വേർഡിന്റെ ഇത് വന്നപ്പോൾ ഞാൻ എന്തോ ഗൂഗിൾ ചെയ്തു. അതും it's 4 days back. 4 days back. വേർഡ് മിസ്സായി പോയി, ബട്ട് വെൽ ഡൺ. ഇനി ഐ ഹാവ് എ റിക്വസ്റ്റ്. ഓക്കെ, നമ്മൾ ഈ സിനിമയുടെ ലൈക്ക് യു സെഡ് യു ആർ ദ ഷോ റണ്ണർ. ഇടയ്ക്ക് യു ബിൻ ഇൻവോൾവ് ഇൻ ദ ഹോൾ പ്രോസസ് ടുഗദർ. ഒരു ഗ്രേറ്റ് ടീം വന്നു. പക്ഷെ ഇത് ആദ്യം സാറിന്റെ അടുത്ത് എത്താൻ കാരണം ഇസ് യുവർ അസോസിയേറ്റ് സുമേഷ് സുമേഷ് ആൻഡ് വിനയ്
അല്ല വിനായക്. വിനായക് വിനായക് നമ്മളുടെ ലിറിസിസ്റ്റ് വിനായക്. ഐ തിങ്ക് നമുക്ക് അവരുടെ അടുത്തൊന്ന് പോയി ഹായ് ഹലോ പറയണ്ടേ. Definitely. നിങ്ങൾക്ക് പ്രൊമോഷൻസ് ഇല്ലേ ഇന്ന് ഫുൾ ഡേ? No, no, no. ഇന്ന് ഫുൾ ഡേ റോസ്ലിന്റെ പണിയല്ലേ? അപ്പൊ നമുക്ക് അതിന് വേണ്ടി ഇപ്പം ലെറ്റ്സ് ഗോ സേ ഹായ് ടു ദം ഓൾസോ. I'll take you down. Okay, so now we are going to meet the director. Is this his first time? സുമേഷിന്റെ ഫസ്റ്റ് ടൈം ഡയറക്ടർ ആണ് അല്ലേ? അപ്പൊ സുമേഷ് സാറിന്റെ വർക്ക് ചെയ്തിട്ടുണ്ട് ഫുൾ ടൈം. രണ്ട് മൂന്ന് മൂവി നോക്കി Okay. Okay. And വിനായകന്റെ കൂടെ this is again first time collaboration for ജിത്തു sir. ഫസ്റ്റ് ടൈം ഈസ് ബട്ട് Music ഒക്കെ ചെയ്തിട്ടില്ലേ? അത് വർക്ക് ചെയ്തിട്ടുണ്ട് ബട്ട് സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ആക്ച്വലി ഇസ് ഓൺ ഡെബ്യൂ റൈറ്റ്. Yeah. What do you think? സ്ക്രിപ്റ്റ് ഒക്കെ വായിച്ചിട്ട് ഫ്രം ലിറിക്സ്. ഞാൻ ആക്ച്വലി ഭയങ്കര സർപ്രൈസ്ഡ് ആയിരുന്നു. ഞാൻ വിനായകനോട് ഭയങ്കരമായിട്ട് ഞാൻ പറഞ്ഞു നന്നായിട്ടുണ്ട്, ആ ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് തന്നെ വളരെ നന്നായിട്ടുണ്ട്. പിന്നെ ഇരുന്ന് ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് ജനറൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ അതിന്റെ ഫീഡ്ബാക്സ് ഒക്കെ എടുക്കും. അങ്ങനെയുള്ള കൈൻഡ് ഓഫ്. What about you, Vineet? The reading was what attracted me. Yeah? Yeah. How was that? It's very interesting and this way Epla vanna, when did they come to you? Like how they long sent ago? the script to me Okay. after നമ്മുടെ initial discussions. എപ്പിസോഡ്സ് വെച്ച് ആയിട്ടായിരുന്നു അയച്ചത്. അതെ അല്ല the whole thing ഒരുമിച്ച് ഫുൾ റീഡ് ചെയ്തു. ഒരുമിച്ച് ഫുൾ സ്ക്രിപ്റ്റ്. Okay. അതെ, അതായത് അതിലെ എപ്പിസോഡ് എൻഡിങ്ങിൽ ആ ക്ലിഫ് ഹാങ്ങർ അത് അങ്ങനെ തന്നെ. And What do you love? let it come out. I know. Then I'll tell you about I want what to my know. experience was. There is definitely some experiences in there, അല്ലേ? The reading I'm saying. So അതിൽ തന്നെ ഒരു ഭയങ്കര ഒരു കഥകള്. എക്സൈറ്റ്മെന്റും ഞാൻ പറഞ്ഞില്ലേ ഈ ഇതാണ് ഒരു ഗ്രാജുവലി pulls you inside. അല്ലേ? അത് അങ്ങനെ ഒരു മാജിക് ഉണ്ട് ഈ കഥയ്ക്ക്. What about ഇപ്പം ജിത്തു what sort of usually ഇപ്പം മിസ്റ്ററി ഡ്രാമ എന്ന് പറയുമല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു ഏരിയയിൽ you are predominantly working so what kind of shows do you watch ഇപ്പം വെബ് സീരീസ് ആണെങ്കിൽ? അപ്പൊ ഈ സീരീസ് ഞാൻ ആക്ച്വലി സീരീസ് അത്രയും വാച്ച് ചെയ്യാറില്ല. കാരണം എന്താ പറയുക, ഇഫ് ഐ സ്റ്റാർട്ട് വാച്ചിങ് ഐ വിൽ ഹാവ് ടു ഫിനിഷ് ഇറ്റ്. Correct. അതർവൈസ് ഐ വിൽ ബി അപ്സെറ്റ്. ഇങ്ങനെ അതെ, അതുകൊണ്ട് ഞാൻ കഴിയുന്ന സീരീസ് വാച്ച് ചെയ്യാൻ പോകാറില്ല. പിന്നെ ഈ ചെറിയ സീരീസസ് 4 എപ്പിസോഡ് റീസെന്റ് ഡോക്യുമെന്ററി ലാസ്റ്റ് വാച്ചത് ഡോക്യുമെന്ററി എപ്സ്റ്റീൻ ഫയൽ. ഓയ്യോ. അങ്ങനത്തെ ഇതാക്കണം. 4 എപ്പിസോഡ്സ് ഉള്ളൂ. 8 എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ അതും ഇതുപോലെ 30 മിനിറ്റ്സ് അല്ല, 45-50 മിനിറ്റ്സ് ആണ്. ഓൾമോസ്റ്റ് ലൈക്ക് 7 hours. Yeah, you have to go on. Commitment ആണ് actually. കാരണം പണ്ട് ഞാൻ ഇതുപോലെ വാച്ചത് 24 എന്ന് പറയുന്ന സീരീസ്. ഇപ്പൊ പോയി നമ്മളെല്ലാവരും ഒരുമിച്ച്. Thank you, Ranjini. But yes, Right. I am going to come with you guys to meet Vinayak and Sumesh. Sumesh എന്തായാലും ഉണ്ട്. അതാണ് Yes, we'll get through. Hold on. Captain. നായകനല്ലോ പറയണ്ടേ, കഥാ ക്യാപ്റ്റൻ. Oh, what's happening here? ലൂണ ഫെസ്റ്റ്. എന്താ? ഫെസ്റ്റ് വെച്ചാൽ നമ്മുടെ ചൈനീസ് ലാൻഡേൺസിന്റെ ഒരു ഫെസ്റ്റ് നടക്കാറില്ല. Oh, right. On that theme, we are organizing a Chinese festival on this. Nice. It's like Asian flavors mostly. Nice. Okay, so finally I have the director and script writer Sumesh and Vinayak. ഇതിൽ ഏറ്റവും രസമുള്ള ഭാഗം എന്ന് പറഞ്ഞാല് വിനായകിൽ നിന്ന് തുടങ്ങാം. വിനായക് കേരളക്കാരൻ അറിയപ്പെടുന്ന ഒരു ലിറിസിസ്റ്റ് ആണ്. ആ ലിറിസിസ്റ്റ് ഇപ്പൊ ആദ്യമായിട്ട് ഒരു സ്ക്രിപ്റ്റുമായി ഒരു മിസ്റ്ററി ഡ്രാമയുമായിട്ടാണ് ഈ വെബ് സീരീസിൽ ഇൻട്രൊഡ്യൂസ് ആവുന്നത്. സോ വിനായക്, ഈ ഒരു തോട്ട് പ്രോസസ് കുറെ നാളായിട്ട് ഉണ്ടായിരുന്നോ എന്ന് ഞാൻ ചോദിച്ചില്ലെങ്കിൽ ശരിയാവില്ല അല്ലെ? കുറെ നാളായിട്ട് ഉണ്ടായിരുന്നു. ആ, ചെയ്യണം, ഫ്ലോയിൽ എപ്പോഴെങ്കിലും ചെയ്യാം എന്ന് ഓർത്തിരിക്കുക. ഇത് എപ്പോഴാണ് എഴുതിയത്? ഇതെനിക്ക് കോവിഡ് ലോക്ക്ഡൌൺ സമയത്ത് വന്നൊരു തോട്ടാണ്. ആ സമയത്ത് എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. നിങ്ങൾ ഫ്രണ്ട്സാ? ഓ സാറിന്റെ ടീം തന്നെയാണ്. പിന്നെ ആദ്യമായിട്ട് കാണുന്നത് ട്രാൻസ് എന്നുള്ള സിനിമയുടെ സെറ്റിലാണ്. അപ്പൊ അതിനുശേഷം സാറിനെ ആദ്യമായിട്ട് ഞാൻ മീറ്റ് ചെയ്യുന്നത് ഇവൻ കാരണമാണ്, ഇവനാണ് മീറ്റ് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ. അപ്പൊ അതിനുശേഷം ഇവൻ എന്നെ ഏറ്റവും കൂടുതൽ കുറെ പേരുടെ സ്ക്രിപ്റ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഇൻഡസ്ട്രിയിലുള്ള പല ഡയറക്ടേഴ്സ്. പക്ഷെ പുറകെ നടന്ന് ശല്യപ്പെടുത്തി ഞാൻ എന്തെങ്കിലും എഴുതിയാൽ ഫസ്റ്റ് സാധനം ഡയറക്ട് ചെയ്യാന്ന് പറഞ്ഞ് ഭയങ്കര പുഷ് ചെയ്ത ആള് സുമേഷാണ്. അപ്പൊ ആ പുഷിങ് കോവിഡ് സമയത്ത് നടന്നുണ്ടായിരുന്നു. ഐഡിയ കിട്ടിയപ്പോ ഞാൻ പറഞ്ഞു. പിന്നെ ആ ടൈമിൽ കറക്റ്റ് ആയിട്ട് മലയാളത്തില് വെബ് സീരീസ് എന്നുള്ള സ്പേസിലേക്ക് മെയിൻ സ്ട്രീം OTT പ്ലാറ്റ്ഫോംസിലേക്ക് ഹോട്ട്സ്റ്റാർ കടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിലാണ് കേരള ക്രൈം ഫയൽസ് സീസൺ 1 പ്രൊഡ്യൂസർ രാഹുൽ സ്റ്റേ ചെയ്യുന്നത്. ഇപ്പൊ എനിക്കറിയാം, അഹമ്മദ് കബീറിനെ അറിയാം. ഇവരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു വെബ് സീരീസ് സ്പേസിലേക്ക് ഹോട്ട്സ്റ്റാർ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് അങ്ങനെ പോയാലോ എന്നൊരു ഐഡിയ വന്നത്. And it happened. And what a great collaboration, അല്ലേ? സുമേഷ്, ഇപ്പൊ സുമേഷ് ആണ് ഇതൊക്കെ ഇതിനൊരു ഷോ റണ്ണർ ജിത്തു സർ ആണെങ്കിലും അതിന്റെ ഒരു തുടക്കക്കാരൻ എന്ന് പറയുന്നത് സുമേഷ് ആണല്ലേ? സുമേഷ് അല്ലേ സാറിന്റെ അടുത്ത് വന്നിട്ട് യു ആർ
ദ ബ്രെയിൻ ബിഹൈൻഡ് ഇറ്റ് ഓൾ. സാറിന്റെ കൂടെ അസോസിയേറ്റ് ചെയ്ത് കുറെ പ്രാവശ്യം വർക്ക് ചെയ്തു. ഫൈനലി സ്വന്തമായിട്ടൊരു ഡയറക്ടറുടെ ഡെബ്യൂ ഇങ്ങനെ ആവണം എന്ന എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സബ്ജക്ട്, വെബ് സീരീസ്, സിനിമയല്ല? വൈ? ഇതിന്റെ ഇപ്പൊ ഈ പറഞ്ഞ കോവിഡ് ലോക്ക്ഡൌണിലാണ് ഈ സബ്ജക്റ്റിലേക്ക് നമ്മൾ എത്തുന്നത്. ആക്ച്വലി അതിന് മുന്നേ ഇപ്പോൾ ഞാൻ എഡിയായിട്ട് വർക്ക് ചെയ്യുന്ന സമയം മുതൽ എൻ്റെ അടുത്ത് ഇങ്ങനെ പല പല കഥകൾ ആക്ച്വലി സബ്ജക്റ്റുകൾ ചർച്ചകളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. പക്ഷെ അത് ലാൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഈ ലോക്ക്ഡൌൺ സമയത്ത് നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ ഒരു ദിവസം വിളിച്ചിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ്, ആ പറഞ്ഞതൊക്കെ തന്നെ വേണോ, നിങ്ങൾക്ക് വേറൊരു സാധനം പറഞ്ഞാലോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ ഞാൻ ആയിക്കോട്ടെ, എന്താണെങ്കിലും പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അടുത്ത വീക്കെൻഡിൽ ഒരു സൂം കോൾ വരാം എന്ന് പറഞ്ഞിട്ട് പോയി. അപ്പൊ ഈ സബ്ജക്ട് ഏത് പോയിന്റിൽ എൻ്റെ തലയിൽ വന്നതെന്നോലും എനിക്കറിയത്തില്ല. കാരണം അന്ന് വരെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന സാധനത്തിലൊന്നും ഇതില്ല. അപ്പൊ അടുത്തൊരു വീക്കെൻഡിൽ ഈ സൂം കോൾ വരുവാണ്. വന്നതിനകത്ത് അവൻ ആ പറഞ്ഞ കോളിൽ തന്നെ ആക്ച്വലി ഏറെക്കുറെ ആ സീൻ ഓർഡർ ഫുള്ളും വേണ്ട ഡയലോഗ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അത് ഇപ്പൊ നിങ്ങൾ കാണാൻ പോകുന്ന സീരീസിനകത്ത് ഒരു 85% സാധനം അന്നേ ഇതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പൊ അത് കേട്ടപ്പോ ആക്ച്വലി ഒരു രസമുണ്ട്. അതായത് നമുക്ക് തുടങ്ങി വെക്കാനായിട്ട് പറ്റുന്ന ഒതുക്കമുള്ള ഒരു ക്യൂരിയോസിറ്റി ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഇങ്ങനെ മെല്ലെ പറഞ്ഞു പോകുന്ന ഒരു മിസ്റ്ററി പരിപാടി. അല്ലെങ്കിൽ എനിക്ക് വർക്കാവുന്നത് നമ്മൾ കുറെ ആളായിട്ട് സംസാരിക്കുന്ന കാരണം എന്തൊക്കെ വർക്കാവും എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം. അപ്പൊ അതിൽ ആ ഫോർമുലയിൽ പറ്റുന്ന ഒരു സാധനം തന്നെയാണ് ഇവൻ കൊണ്ടെത്തുന്നത്. അപ്പൊ ഒബ്വിയസ്ലി നമ്മളത് മുന്നോട്ട് പോയി ഇറങ്ങി നോക്കാം എന്ന് തന്നെ തീരുമാനിച്ച് വളരെ ഏർലി സ്റ്റേജിൽ തന്നെ കഥകൾ ഇതിന്റെ സബ്ജക്ട് അറിയുന്ന ലൈക്ക് വളരെ ചുരുക്കം ചില ആളുകളൊന്ന് ആക്ച്വലി സാറാണ്. സാറിന്റെ അടുത്ത് തന്നെയാണ് നമ്മൾ ചെന്നിട്ടത്, സാർ ഇങ്ങനെ പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കഥ പറയാം. സാറിന് ആക്ച്വലി ഇഷ്ടപ്പെട്ടു. ആക്ച്വലി അതിനകത്തൊരു എക്സൈറ്റ്മെന്റ് നമുക്ക് ഫുൾ പരിപാടിയാണ്. ഇവൻ എനിക്ക് തന്ന എന്താണോ അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു. പരിപാടി വർക്കായി. അങ്ങനെയാണ് പിന്നെ ഇതിന്റെ ഓരോരോ ഘട്ടങ്ങളിലായിട്ട് കയറി അവസാനം ഈ പറഞ്ഞ മാതിരി ഒത്തിരി ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു എന്ന് മാത്രം. സിനിമ പോലെയല്ല. നമ്മൾ OTT ഇങ്ങനെ വെബ് സീരീസ് ചെയ്യുമ്പോൾ ദർ ഇസ് ലോട്ട് ഓഫ് പ്രൊസീജിയേഴ്സ്, ഒത്തിരി ഉണ്ട്. ഞാൻ പറയാം, സിനിമ ചെയ്യുന്ന പോലെ അത്ര ഈസി അല്ലത്. സിനിമ കുറച്ചുകൂടെ നമ്മളെ ഡ്യൂറേഷൻ തന്നെ ഇപ്പൊ നമുക്ക് തോന്നുവാണ് ഓക്കെ 2 മണിക്കൂർ പറയുന്ന ഒരു 10 മിനിറ്റ് കൂട്ടിയാലും കുഴപ്പമില്ല, നമുക്കത് കൺവേ ചെയ്യാൻ തോന്നുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ചില ടൈം റെസ്ട്രിക്ഷൻ, എപ്പിസോഡ് വൈസ് പിന്നെ ഗൈഡ് ലൈൻസ് ഉണ്ട്. അല്ലെ, ഒരു എപ്പിസോഡ് തീരുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ ക്ലിഫ് ഹാങ്ങർ ഇത് കൊടുക്കണം, അങ്ങനെയൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവര് OTT സ്പേസിന് വേണ്ടി എഴുതിയത്. ഞാൻ ഈ പാരലി വെബ് സീരീസ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എഴുതി വന്നപ്പോഴത്തേക്ക് ഇത് അത്രയും ഉണ്ടല്ലോ. പിന്നെ കറക്റ്റ് ആയിട്ട് ഈ ക്ലിഫ് ഹാങ്ങേഴ്സ് ഓരോ പോയിന്റിലും ഉണ്ട്. ശരിക്കും ആദ്യം വെബ് ഫിലിമും വേണേ അങ്ങനെ OTT ഫിലിംസ് കുറെ വരുന്നുണ്ടായിരുന്നു ആദ്യം ആ സമയത്ത്. അപ്പം മേ ബി OTT ഫിലിമിന് വേണ്ടി എന്നൊക്കെ രീതിക്കാണ് തുടങ്ങിയത്. പക്ഷെ എഴുതി പോയ സമയത്ത് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഒരു എപ്പിസോഡ് എൻഡിങ് പോലത്തെ ഇവന്റ്സ് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ അത് പ്ലേസ് ചെയ്തു. പിന്നെ നേരത്തെ സുമേഷ് പറഞ്ഞത് ഞങ്ങൾ കുറെ സബ്ജക്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്നും ക്ലൈമാക്സ് കിട്ടിയിരുന്നില്ല. ഇത് പക്ഷെ ക്ലൈമാക്സ് ആണ് ആദ്യം കിട്ടിയത്. അപ്പൊ ക്ലൈമാക്സിൽ ലാൻഡ് തുടങ്ങിയത് കൊണ്ട് തന്നെ പിന്നെ പുറകോട്ട് പോയി വർക്ക് ചെയ്ത് എഴുതാൻ എളുപ്പമായിരുന്നു. അങ്ങനെയാണ് അത് ഫിനിഷ് ആയത്. പിന്നെ ജിത്തു സാറിന്റെ അടുത്തുള്ള ആ സുമേഷിന്റെ നറേഷൻ ഞാനും ഉണ്ടായിരുന്നു. അപ്പൊ അതൊരു ആസിഡ് ടെസ്റ്റ് ആയിരുന്നു. സാറിന്റെ എക്സ്പ്രഷൻസ് നോക്കിയിരിക്കുക, കറക്റ്റ് സ്ഥലത്ത് സാറ് റിയാക്ട് ചെയ്യുന്നുണ്ടോ, അത് വേറെ എന്തെങ്കിലും രീതിയിൽ സാറ് ട്രാക്ക് ചെയ്യുന്നുണ്ടോ, അതൊക്കെയാണല്ലോ. എനിക്കതിന് ആക്ച്വലി അത്ര നേരം ഉണ്ടായിരുന്നില്ല. ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവൻ സൈഡിൽ ഇരുന്നിട്ടത് കൃത്യമായിട്ട്. പിന്നെ ഇതിനകത്ത് വേറൊരു വലിയൊരു ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഫാമിലിക്കകത്ത് നടക്കുന്നതല്ലേ, ഫാമിലി അല്ലേ, അതിന് ഭയങ്കര ഒരു ഇതുണ്ട്. എപ്പോഴും ഇമോഷൻസ് ഉണ്ട് ഭയങ്കരമായിട്ട്. ഒരു കുട്ടിയുടെ പ്രശ്നങ്ങളും അത് പേരൻസ് വിഷമിക്കുന്നു അത് എന്ന് പറയുമ്പോൾ അതിനകത്ത് അപ്പൊ ഒരു വീട്ടിലിരുന്ന് കാണുമ്പോൾ അത് ഭയങ്കര ഒരു വേറൊരു ഫീൽ കിട്ടുന്നുണ്ട്. പിന്നെ അതിനകത്ത് നടക്കുന്ന പല സംഭവങ്ങളും നോർമൽ സംഭവങ്ങളൊക്കെ ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. മനസ്സിലായോ? Where did you guys get like inspiration? Vinayak തന്നെ ഇപ്പം റൊമാൻറ്റിക് പാട്ടുകളും the kind of songs that you write, ഇത് kind of very different ഒരു ഫോമാറ്റ് ആണ് അല്ലെ? at least format in terms of the subject, the genre, mystery drama എന്ന് പറയുന്നത്. അപ്പം അത് are you more interested in watching അങ്ങനത്തെ കാര്യങ്ങൾ? അതുകൊണ്ടാണോ എങ്ങനത്തെ ടൈപ്സ് സംഭവങ്ങൾ നിങ്ങൾ കാണുക വെബ് സീരീസ് ആണെങ്കിലും? I want to know. ഞങ്ങൾ രണ്ടുപേരും പല ജോൺറസ് ഓഫ് ഫിലിംസ് കാണാറുണ്ടെങ്കിൽ ഞങ്ങളുടെ ടേസ്റ്റ് അലൈൻ ചെയ്യുന്ന ജോൺറെ ഈ മിസ്റ്ററി ആണ്. ബാക്കി എല്ലാത്തിലും ഞങ്ങൾക്ക് റൊമാൻറ്റിക് ഫിലിംസിൽ ഇവന് വേറെ ടേസ്റ്റ്, എനിക്ക് വേറെ ടേസ്റ്റ്, പാട്ടുകളുടെ കാര്യത്തിൽ വേറെ ടേസ്റ്റ്, ബാക്കി എല്ലാത്തിലും ഞങ്ങൾക്ക് മിസ്റ്ററി മൂവീസ് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള മൂവീസ് ഒക്കെ. നമ്മള് ആദ്യം ഈ സബ്ജക്റ്റുകൾ സംസാരിച്ച് തുടങ്ങിയപ്പോ പറഞ്ഞ ഒരു ഫ്രാക്ചർ എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് പടമാണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആലോചിച്ചാലോ എന്നും പറഞ്ഞ് നമ്മൾ തുടങ്ങുന്നത് ഫസ്റ്റ് ലെവൽ തൊട്ട് അവിടുന്ന്. പക്ഷെ ഇതിലേക്ക് എത്തിയത് ആക്ച്വലി പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇത് ഇങ്ങനൊരു സബ്ജക്റ്റ് ആണ് ഇവൻ ചെയ്ത് വന്നേക്കുന്നത് എന്നുള്ളത് ഇവൻ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് പോലും.
അപ്പൊ മിസ്റ്ററിയില് പ്രസ്റ്റീജ് എന്നൊക്കെ ആ ഒരു ഇച്ചിരി ഇച്ചിരി ഒരു ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ ഇതൊക്കെ തന്നെയാണ്. പിന്നെ ഞാൻ പണ്ട് ഹിച്ച്കോക്കിയൻ സിനിമകൾ കാണുന്ന ഹിച്ച്കോക്ക് ആൻഡ് അഗത ക്രിസ്റ്റിയാണ് ഇതിന്റെ ഒരു പക്ഷെ അതൊക്കെ ഇതിലെടുത്തോണ്ട് വന്നു കഴിഞ്ഞാൽ ഇത് സാറ് പറയാറുള്ള ഇതൊരു ഫാമിലി. അതെ, ഇത് ചെറിയ സാധനം. അതെ, നമ്മൾ കണ്ട് ഇൻസ്പയർ ആയിരിക്കുന്നത് ഹിച്ച്കോക്കിയൻ ഫിലിംസ് ആണ്. ടൈം ഫോർ മർഡർ പോലത്തെ സിനിമകളാണ്. അപ്പൊ ഞങ്ങള് ഇപ്പം ഇവര് പറഞ്ഞ ഞാൻ കേട്ടു. പക്ഷെ ഫ്രം ദ റൈറ്റർ ആൻഡ് ഡയറക്ടർ ദാറ്റ് ഇസ് ദ വലിയ സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് ഫാക്ടേഴ്സ് ആണ്. നിങ്ങളുടെ ഒരു വിഷൻ ആണല്ലോ, നിങ്ങളുടെ ഒരു ആഗ്രഹമാണല്ലോ ഈ റോസ്ലിൻ എന്ന് പറഞ്ഞ ഈ ഒരു സീക്രട്ട് സ്റ്റോറീസിന്റെ കഥ നമ്മൾ കാണാൻ പോകുന്നത്. എന്താണ് പ്രേക്ഷകർക്ക് ലഭിക്കാൻ പോകുന്നത്? വാട്ട് ഇസ് ദ വ്യൂവർ ഗോയിങ് ടു ഗെറ്റ്? എക്സ്പെക്ട് ചെയ്യേണ്ടത് ആക്ച്വലി ഓണസ്റ്റ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റോസ്ലിൻ എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ ഒരു വെക്കേഷനാണ്. പുള്ളിക്കാരുടെ ഒരു വെക്കേഷൻ സമയത്ത് അവളുടെ ജീവിതത്തിൽ നടക്കുന്ന, ആ കുടുംബത്തിൽ നടക്കുന്ന ചെറിയ ചെറിയ ഇച്ചിരി അറ്റൻഷൻ കൊടുത്ത് കാണേണ്ടുന്ന ഒരു സാധനമായിട്ട് എനിക്ക് തോന്നി. ഇച്ചിരി സമയമെടുത്ത് ലൈക്ക് അതെ, ഒരു പാസീവ് വ്യൂവിംഗിൽ ചിലപ്പോ ഇതിന്റെ ന്യൂവാൻസ് കിട്ടിയെന്ന് വരത്തില്ല. അപ്പൊ ഇച്ചിരി ഒന്ന് സമയമെടുത്ത് അതിനുവേണ്ടി ഒന്ന് എഫേർട്ട് ഇട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി എക്സൈറ്റ്മെന്റും അതിന്റെ ഒരു ക്യൂരിയോസിറ്റി, ഇങ്ങനെ മിസ്റ്ററി ഡെവലപ്പ് ചെയ്യുന്ന അങ്ങനെയാണല്ലോ. ലൈക്ക് സമയമെടുത്ത് അഴിച്ചഴിച്ച് കൊണ്ടുവരാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന, പക്ഷെ ഫാമിലിയിൽ നടക്കുന്ന ഒരു സാധനമാണ്. അങ്ങനത്തെ ഒരു മൂഡാണ്. ഇല്ല, ഇത് വളരെ പാവം സാധനമാണ്. ഉറക്കമൊന്നും കിട്ടും പിന്നെ ധൈര്യമായിട്ട്. പക്ഷേ ഇതിന്റെ ക്ലൈമാക്സ് കഴിഞ്ഞ് യു വിൽ തിങ്ക് അബൌട്ട് ദിസ്. രാത്രി തന്നെ കണ്ടാൽ നല്ലതാണ്. ബിഞ്ച് വാച്ച് ചെയ്താൽ വളരെ സന്തോഷം. ആക്ച്വലി കൂടുതൽ എൻജോയ് ചെയ്യാൻ പോകുന്നത് ഒറ്റയ്ക്ക് ഇരുന്ന് രാത്രി കാണുന്ന ആൾക്കാരുണ്ടാവും. അവർക്ക് ഒരു 1-to-1 കണക്ഷൻ കിട്ടും ഇതുമായിട്ട്. ഒരു 4-5 പേരായിട്ട് ഇരുന്ന് കാണുന്ന ഒരു അതും ആ ഒരു പ്രൊഡക്റ്റും നമ്മൾ മാത്രമായിട്ട് ഒരു 1-to-1 കമ്മ്യൂണിക്കേഷൻ. അങ്ങനെ ഒത്തിരി ഇതൊരു സൈക്കോളജിക്കൽ ഏരിയ ഉണ്ട് ആ കൊച്ചിന്റെ ഇതുമൊക്കെ. അപ്പൊ അതിനകത്തൂടെ ട്രാവൽ ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ വളരെ ഇതായിട്ട് കുറച്ച് അത് ചെയ്ത കാര്യം മണ്ടത്തരമാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒതന്റിസിറ്റി നോക്കാൻ വേണ്ടിയിട്ട് വി ടോക്ക് ടു എ ഫ്യൂ സൈക്കോളജിസ്റ്റ്. അതെ, സംസാരിച്ചിരുന്നു. പിന്നെ ബേസിക്കലി ഇതില് ഒരുപാട് ബഹളങ്ങളൊന്നുമില്ല. വളരെ ഫോക്കസ്, ഒതുക്കമുണ്ട്. കുറച്ച് ക്യാരക്ടേഴ്സേ ഉള്ളൂ. അത് ചെയ്തിരിക്കുന്നത് വളരെ ടാലന്റഡ് ആയിട്ടുള്ള ആക്ടേഴ്സ് ആണ്. അപ്പൊ അത് എൻജോയ് ചെയ്ത് അവരുടെ പെർഫോമൻസ് കണ്ട് അവരുടെ ആ വീട്ടിനകത്ത് നമ്മൾ കയറി ഇരിക്കുക. അങ്ങനെ ഇരുന്ന് പിന്നെ നമ്മളെ വീക്ക്നസ് ചെയ്യാം വീട്ടിനകത്ത് കയറിയിരുന്നത്. So now this is a story of Roslyn, John, Shobha and Jerry. And then കുറെ നല്ല സ്കൂൾ ആയിട്ടുള്ള സപ്പോർട്ടിംഗ് കാസ്റ്റ് ഉണ്ട്, some really strong actors in there. So all in all ഇനി അധികം സമയമില്ല അല്ലേ? എന്താണ് ആസ് എ ഡയറക്ടോറിയൽ ഡെബ്യൂ ആയിട്ട് സുമേഷിന്റെ ഫസ്റ്റ് സംഭവം ഇറങ്ങാൻ പോവാണ്. സന്തോഷമാണ്, ആക്ച്വലി സന്തോഷമാണ്. നമ്മൾ കുറച്ചധികം നാളത്തെ, ഞാൻ പറഞ്ഞില്ല, ഇത് സാറ് പറഞ്ഞതുപോലെ ഇതിനൊരു ഇച്ചിരി സമയമെടുക്കുന്ന ഒരു പരിപാടിയായിരുന്നു കമ്പയർ ടു സിനിമ. കാരണം ഇത് ഈ ഫസ്റ്റ് കോവിഡ് ലോക്ക്ഡൌണിൽ നമ്മൾ സ്ക്രിപ്റ്റ് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി സമയം എടുത്തിട്ടാണ് നമ്മളിങ്ങനെ എത്തുന്നത്. അപ്പൊ അത്ര ആ വെയിറ്റിംഗിന്റെ ഒരു രസം അതിനകത്തുണ്ട്. ഫുൾ ടൈം ജോലിയായി ഇതും കൂടെ എടുക്കുമോ? അല്ല, അതെപ്പോഴും പൈപ്പ് ലൈനിലുള്ളത് തന്നെയായിരുന്നു. സ്ക്രിപ്റ്റ് റൈറ്റ് ചെയ്യണം, ഡയറക്ട് ചെയ്യണം എന്നൊക്കെ ഉള്ളത്. പക്ഷെ സിനിമ അത് നമുക്ക് ചെയ്യാം എന്ന് വിശ്വാസമുണ്ട്. പക്ഷെ ഈ വെബ് സീരീസ് നമ്മള് പണ്ടുപോലെ കുറെ വെബ് സീരീസ്, ഇംഗ്ലീഷ് വെബ് സീരീസ് കണ്ടിട്ട് ഇത് മലയാളത്തിൽ ഒരു കാലത്ത് വരുമെന്നുള്ളതും അത് ഇത്രയും മെയിൻ സ്ട്രീം ആവുന്നുള്ളത് നമ്മൾ വിചാരിക്കുന്നില്ല. അപ്പൊ അതൊരെണ്ണം ചെയ്യാന്നുള്ളത് എല്ലാവർക്കും പറ്റിയിട്ടുള്ള കാര്യമല്ല. ഒരു ബോക്സ് ടിക്ക് ചെയ്യുന്ന പോലെ നമ്മൾ പിന്നീട് ഭാവിയിൽ മരണക്കട കിടന്നാലും വെബ് സീരീസ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് എല്ലാവർക്കും ചിലപ്പോൾ പറയാൻ പറ്റില്ല. അപ്പൊ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് ഈ ഒരു റിലീസ്. And what a fantastic team, Alajitu sir. What a great team. ഇതിൽ എല്ലാവരും ഒരു ഫസ്റ്റ് ടൈമേഴ്സ്. നല്ല കാസ്റ്റിംഗ് ആയിരുന്നു. നല്ല കാസ്റ്റിംഗ്. ഇവിടെ ഇരിക്കുന്ന 4 പേരും ഫസ്റ്റ് ടൈമേഴ്സ് ആണ് വെബ് സീരീസിൽ. So like I said, it's going to be മീന അതെ അല്ലേ? അതെയാണ്. ഫസ്റ്റ് ടൈം ആണോ വെബ് സീരീസിൽ? Oh, I didn't know that. Okay, cool. So yeah, ഈ വരുന്ന 27th February ഈ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മിസ്റ്ററി ഡ്രാമ Roslyn Secret Stories is going to come to you on Jio Hotstar, and we have very excited team as well. Jithu sir, any parting words to the audience that you want to tell them? തീർച്ചയായിട്ടും നിങ്ങളിത് പറഞ്ഞ പോലെ രാത്രിയിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇരുന്ന് കാണാമെങ്കിൽ കുറച്ചുകൂടെ ഇതിനകത്തേക്ക് കൂടുതൽ ഇൻവോൾവ് ആയിട്ട് ക്യാരക്ടേഴ്സിലേക്ക് കൂടുതൽ നിങ്ങൾക്ക് കയറാൻ പറ്റും. ഡെഫിനറ്റ്ലി നിങ്ങൾ എൻ്റർടൈൻ ചെയ്യും. പിന്നെ ഇറ്റ്സ് എ സ്ലോ ബേണിങ്, അത് നിങ്ങൾ മനസ്സിലാക്കണം. അത് വളരെ
ഒരു അതിന് അതിൻ്റെതായ ഒരു പേസ് ഉണ്ട്. ആ പേസിലൂടെ അത് പതുക്കെ ബിൽഡ് ചെയ്ത് വരും. ഡെഫിനറ്റ്ലി ഓഡിയൻസിന് ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. Nidata, what about you? ഒന്ന് ആ പേര് തന്നെ സീക്രട്ട് സ്റ്റോറീസ് റോസ്ലൻ, ആ സീക്രട്സ് ഇങ്ങനെ അൺഫോൾഡ് ചെയ്ത് പോകുന്നത്. അതുപോലെ ഈ പടത്തിന്റെ വേറൊരു വലിയ ഭംഗി ഇതിന്റെ ലൊക്കേഷൻസ് എ ക്യാരക്ടർ, ഹൗസ് ഇസ് എ ക്യാരക്ടർ, റൂം ഇസ് എ ക്യാരക്ടർ. സോ അത് ആസ് ആക്ടേഴ്സ് ഞങ്ങള് അത് അഭിനയിക്കുമ്പോൾ എനിക്ക് ഭയങ്കര രസമായിരുന്നു. ട്രാവലിംഗ് ത്രൂ ആ സീൻസിലൂടെ നമ്മൾ ആൻഡ് ദ വേ ദ ആർട്ട് ഡയറക്ടർ ഹാസ് റീക്രിയേറ്റഡ് ദാറ്റ് ഹൗസ്. സോ അതൊക്കെ പ്രേക്ഷകർക്കും ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ബിക്കോസ് വിത്ത് ദ സ്റ്റോറി ആൻഡ് ദീസ് ക്യാരക്ടേഴ്സ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. അതിലെ ഈ മിസ്റ്ററി തന്നെ അതൊരു എന്റർടൈൻമെന്റ് ആണ്. In one word, Sumesh, what would you define Roslyn as? നിങ്ങളെ എന്റർടൈൻ ചെയ്യാൻ സാധ്യതയുള്ള എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു സ്ലോ ബേണിംഗ് മിസ്റ്ററി ഡ്രാമ. എന്തായാലും കണ്ടിട്ട് സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം പറയാം. സ്ലോ ബേണർ വിത്ത് ഗുഡ് പേ ഓഫ്. Oh, nice. Perfect. So here's wishing the team Roslyn Secret Stories very best. And നിങ്ങൾ ചാണ്ടത് you know what to do. ഇത്ര ടൈം ഒക്കെ ഉണ്ടോ ഇങ്ങനെ ഡ്രോപ്പിംഗ് ടൈം അങ്ങനെയൊക്കെ ഉണ്ടോ? പ്രോബബ്ലി അതെ മിഡ് നൈറ്റ് തന്നെ വരും അത്. സ്ട്രീമിംഗ് സ്റ്റാർസ് അങ്ങനെയൊക്കെയാണ്. അപ്പൊ ആ സമയം make sure you tune in. Movies എങ്ങനെയാണ്? And check out the show on Jio Hotstar. This is Roslyn Secret Stories and the fantastic team. All the best, you guys. Thank you, Ranjini. Thank you. Definitely check it out and നിങ്ങൾക്ക് Awesome. Jitu sir, thank you so much for being here. Nidata, നമ്മുടെ കഥകൾ നിങ്ങൾ പിന്നെ പറയാം. കെനിയൻ കഥകളൊക്കെ ഉണ്ട്. Right. താങ്ക്സ്.